എൻ്റെ പീടി മാള 3 മാളപ്പുറം അടച്ചു കഴിഞ്ഞേ ഉള്ളൂ. ഇത് മിക്കവാറും നമ്മൾ സുരേഷ് ബാബുവിനെ വിളിക്കേണ്ടി വരുന്നതായിരിക്കും. ഓരോർക്കൈകളി ഉറങ്ങുന്നു. കഴിഞ്ഞ 2-2.5 കൊല്ലമായിട്ട് ഉറങ്ങിയിട്ട് എണ്ണിയൊക്കെ ഉറക്കം മതിയിട്ടുള്ളി. മാഷേ സകലവിലാസ LP സ്കൂളിൻ്റെ പ്രഥമ അധ്യാപകൻ്റെ വിളിക്കുന്ന വിളി നോക്ക്. ഇതെന്തൊരു വിളിയാ വിളിക്കുന്നു. മാഷേ 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 LP വിഭാഗം ലളിതഗാന മത്സരം ആരംഭിക്കുകയായി. ശ്രദ്ധിക്കുക, അടുത്ത കോഡ് നമ്പർ 106 106 106. ആരാ ലളിതഗാനം പാടുന്നത്? ലളിതഗാനം പാടുന്നത് LPന്റെ മത്സരമാണെങ്കിലും പാടുന്ന കംപ്ലീറ്റ് റിയാലിറ്റി ഷോയിലെ കുട്ടികളാണ്. അപ്പൊ നമ്മുടെ സ്കൂളിൽ ആരും പങ്കെടുക്കുന്നില്ലേ? പ്രസന്ന ടീച്ചർ ഈ സംഘനൃത്തം ആരംഭിക്കാൻ മുമ്പല്ലേ നിന്റെ വിളി? എത്ര കാലമായി ഒരു കാലോത്സവം നടന്നിട്ട്. നമ്മളെ കലാകാരന്മാരിൽ ഈ കൊറോണ കാലത്ത് എങ്ങനെയായിരിക്കും ജീവിച്ചിട്ടുണ്ടാവും? മാഷ അങ്ങോട്ട് ഞാൻ കുറെ സമയത്ത് ഇങ്ങനെ നോക്കുന്നു, കാണുന്നില്ല. ആ മണിയടിക്കുന്ന മുട്ടിയാ. എനിക്ക് മണിയടിനെക്കാട്ടി വലിയ ഉത്തരവാദിത്വം വേറെയാ കിടക്കുന്നത്. എന്തെന്ന്? ഗേറ്റിലെടുക്കാന്ന് എനിക്ക് ഡ്യൂട്ടി. അപ്പൊ ഞാൻ ഗേറ്റിന് പുറത്തായാ? ഗേറ്റിന് പുറത്തല്ല, ഗേറ്റിന്റെ ഉള്ളിൽ തന്നെ ഗേറ്റിനെടുക്കാം. കുട്ടികൾ വരുമ്പോ സാനിറ്റൈസർ ഇട്ടിച്ചു കൊടുക്കുക, മാസ്ക് ലെവലാക്കി വെച്ചിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക, സാമൂഹ്യ അകലം പാലിച്ചിട്ടുണ്ടോ എന്ന് കുട്ടികൾ ശ്രദ്ധിച്ചുകൊണ്ട് ആ ലെവലിൽ ക്യൂ സിസ്റ്റത്തിൽ വിടുക. ഇതൊക്കെ നോക്കിയിട്ട് അത് വിട്ടതിന് ശേഷം മാത്രമാണ് നിന്റെ മണിയടി. അപ്പൊ ചുരുക്കി പറഞ്ഞ അമ്പലത്തിലെ മേൽശാന്തിന്റെ പണി തീർത്ഥം കൊടുക്കുക, പ്രസാദം കൊടുക്കുക, മണിയടിക്കുക. ദക്ഷിണ വാങ്ങലും അനുഗ്രഹം കൊടുക്കലും മാഷായിരിക്കും അല്ലേ? ഞാൻ നിന്നെ ഏൽപ്പിച്ച ഒരുക്കങ്ങളൊക്കെ നീ പൂർത്തിയാക്കി? അതെല്ലാം കൃത്യമായിട്ടുണ്ട്. 5-8 മാളം ഉണ്ടായിന്, അതെല്ലാം കൃത്യമായിട്ട് അടച്ച് മാറാലടിച്ചു വാരി ബ്ലാക്ക് ബോർഡിന് മഷിയിട്ട് പിന്നെ ബെഞ്ചെല്ലാം കൃത്യമായിട്ട് അകലം പാലിച്ച് കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട്. അതായത് ഒരു ബെഞ്ചിൽ ഒരു കുട്ടി ഇരിക്കുന്നു, പിന്നെ 3 ബെഞ്ച് ഗ്യാപ്പ് ഇടുന്നു, പിന്നെ ഒരു ബെഞ്ചിൽ ഒരു കുട്ടി ഇരിക്കുന്നു, വീണ്ടും 3 ബെഞ്ച് ഇടുന്നു, ഒരു കുട്ടി ഒരു ബെഞ്ച് ഇരിക്കുന്നു. അങ്ങനെ അത്ര ഡിസ്റ്റൻസ് കൊണ്ടാണ് മാഷ കണക്ക് ശരിയാവണ്ടേ? 4 കുട്ടിയല്ലേ ക്ലാസ്സിലുള്ളത്, 12 ബെഞ്ചും ഉണ്ട്. അപ്പൊ ആദ്യത്തെ ഒരു ബെഞ്ചിൽ ഒരു കുട്ടി, 3 ബെഞ്ചിന്റെ ഗ്യാപ്പ്, വീണ്ടും ഒരു കുട്ടി ഒരു ബെഞ്ചില്, പിന്നെ 3 ബെഞ്ച് ബാക്കി. അങ്ങനെ ഇപ്പം കൃത്യമായിട്ട് നമുക്ക് കുട്ടികളും ബെഞ്ച് കണക്കാവുള്ളൂ. അപ്പോ സാമൂഹ്യ അകലത്തിന്റെ കാര്യത്തില് സകലവിലാസ സ്കൂളിൽ ഒരു ഖ്യാതി നേടുമല്ലോ. അത് ഉറപ്പായിരിക്കും. പിന്നെ അത് മാത്രമല്ല മാഷെ, എല്ലാ അധ്യാപകന്മാർക്കും നമ്മുടെ ഇത് ലൊക്കേഷൻ മാപ്പും കൂടി അയച്ചു കൊടുത്തിട്ടുണ്ട്. അതറിയില്ല, 2 ദിവസം മുന്നേ പ്രസന്ന ടീച്ചർ വിളിച്ചിനി. ടീച്ചർ കാർ എടുത്തിട്ടുണ്ട് പോലും. പ്രസന്ന ടീച്ചർ മാത്രമല്ല, ഞാൻ ഒഴികെ മാഷ് അടക്കം എല്ലാ അധ്യാപകന്മാരും കാർ വാങ്ങിയിട്ടുണ്ട്. പണിയെടുക്കാണ്ട് 2 കൊല്ലമായിട്ട് പൈസ വാങ്ങുന്നില്ലേ? കാർ എടുത്തുകൊണ്ട് സ്വയം ഡ്രൈവ് ചെയ്ത് വരാൻ വഴിയറിയാത്തതുകൊണ്ടാണ് ഞാൻ റൂട്ട് മാപ്പ് അയച്ചു കൊടുത്തത്. ശരി, പ്രസന്ന ടീച്ചർക്ക് അതൊരു സൗകര്യമാവില്ലേ? അല്ല, ബാക്കിയുള്ള കൂട്ടർക്ക് ഏത് പാടാ പഠിപ്പിക്കുന്നതെങ്കിൽ ഓർമ്മയുണ്ടാവും. അല്ല, അത് ഓർമ്മയുണ്ടാവും. വേറൊരു കാര്യമുണ്ട്. കഞ്ഞിപ്പുരേൻ്റെ അകത്ത് മാഷ് കൊണ്ടുവച്ച 10-15 ഏക്കർ വളച്ചാക്കുണ്ട്. ആ വളച്ചാക്ക് എടുത്ത് പുറത്തിട്ടാലേ കഞ്ഞിപ്പുര വൃത്തിയാക്കാൻ പറ്റുള്ളൂ. അതൊരു പ്രശ്നമല്ലേ? എല്ലാം ഒരു കണക്കിന് എന്തിനായി കഞ്ഞി വെക്കുന്നത്? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. വിറക്, ഉപ്പ് കയറ്റി ജാനുവരത്തിന്റെ പൈസ, ഹെൽപ്പറ പൈസ, പിന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കുട്ടികൾ പോകാം. ഈ 60 ഉറുപ്പ്യക്ക് കുട്ടികളെ കൈമലെത്തും കൃത്യസമയത്ത്. എന്തെന്ന്? ചിക്കൻ ബിരിയാണി. അതല്ലേ നല്ലത്? ടീച്ചർമാർക്കെല്ലാം എന്നെ കുറിച്ചിട്ടൊരു മതിപ്പുമായിരിക്കും. പിന്നെ പ്രസന്ന ടീച്ചർക്ക് ഈ നോൺ വെജിറ്റേറിയൻ പറ്റുമെന്നാണ് ജൈവ കൃഷിയെല്ലാം നടത്തുന്നത്. ഈ സ്കൂൾ കുറച്ച് നാളും കൂടെ നീട്ടിക്കിട്ടാൻ എന്തെങ്കിലും തുറക്കുന്ന കാര്യത്തിൽ കൃഷിന്റെ കാര്യം നോക്കാനല്ലേ? ആരോട് ചോദിച്ചിട്ടാണ് കുട്ടികൾ കളിക്കുന്ന ഗ്രൗണ്ടിന്റെ അകത്ത് കൊണ്ടൊരു കൃഷി ഇറക്കി? 2 കൊല്ലമായിട്ട് തരിശായിട്ട് കിടക്കുന്ന ഭൂമിയല്ലേ? ഈ തരിശൊക്കെ ഉള്ള സ്ഥലത്തല്ലേ നിങ്ങൾ പോയിട്ട് കൃഷി ഇറക്കുക? തരിശായി കിടക്കുന്ന ആളെ കൃഷി ചെയ്യുക പറഞ്ഞാൽ അത് മാതൃകയാക്കേണ്ടതല്ലേ നിങ്ങളല്ലോ? മാഷെന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് രാവിലെയും വൈകുന്നേരവും ഞാൻ കൃത്യമായിട്ട് വെള്ളം നനച്ചേ. കഷ്ടപ്പെട്ട് വെള്ളം നനച്ചിട്ട് ഒരു വെണ്ടക്ക, ഒരു പാവക്ക ഈ പാവത്തിൽ തന്നാ. തക്കാളി, ഒരു തക്കാളി എന്നാ. തക്കാളിയിലെ 10 കിലോ കൊടുത്തു നിങ്ങള്. പ്രസന്ന ടീച്ചർക്ക് അതന്നെയാ പറഞ്ഞേ അല്ലേ? പ്രസന്ന ടീച്ചർ ഒരു അധ്യാപിക എന്ന നിലയിൽ പ്രസന്ന ടീച്ചറെ പോലെ ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിൽ വേറെ ഒരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? സ്കൂള് 1 മാസവും കൂടെ തുറക്കുന്നത് നീട്ടിക്കിട്ടാൻ വേണ്ടി വല്ല വഴിയുണ്ട്. അതിനാ എല്ലാം കംപ്ലീറ്റ് പച്ചക്കറി എല്ലാം വിളഞ്ഞു കിടക്കുകയാണ്. വിളവെടുപ്പിന്റെ സമയമാണ്. ഇപ്പാറ്റ സ്കൂള് തുറന്നാല് മുല്ലപ്പെരിയാർ കുട്ടിയമാരിയാവും. കുട്ടികൾ കംപ്ലീറ്റ് വന്ന് ചവിട്ടി മെതിച്ചു കഴിഞ്ഞു. അതിനൊരു വഴിയുണ്ട് പക്ഷേ, അത് ഏതെങ്കിലും പത്രത്തിൽ ചെറിയ പൈസന്റെ ഒരു പരസ്യം കൊടുത്താൽ മതി.
പിന്നെ അത് ഊതി പെരുപ്പിച്ച് ഇല്ലാത്ത കാര്യമെല്ലാം അടിച്ചിളക്കിയിട്ട് നമ്മൾ സ്കൂളിൽ തന്നെ ഭയങ്കര ഫേമസ് ആയിക്കോളും അതിന് കുടിഞ്ഞിട്ട്. അത് ശരി. 2 ആഴ്ച പിന്നെ നമ്മൾ സ്കൂളിന്റെ പേരേ ഉണ്ടാവുള്ളൂ, സകലകല സകലകല സകലകല. അപ്പൊ അല്ല പ്രസന്ന ടീച്ചർക്ക് അതൊരു ആശ്വാസമാവേ. അത് ഈ മൾട്ടി ലെവൽ മാർക്കറ്റിന് എന്തോ ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് ടീച്ചർ. അപ്പൊ ഇപ്പൊ നല്ല പച്ച പിടിച്ച് വരുന്നുണ്ട്, നല്ല ലെവലിലെത്തിയിട്ടുണ്ട്. എന്റെ ഒരു കാലുമായി കുടുങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ കാലം കുടുങ്ങിയില്ല, നന്നായി ഒന്ന് കൈയോട്ട്. നേരത്തെ കാല് കുടുങ്ങി തരുന്ന കൈയല്ലേ ഇത്. ഒരു കാര്യം ഉറപ്പാണ്, ഇത്തവണ നമ്മളെ സ്കൂള് സ്പോർട്സ് പരിപാടിയിൽ കപ്പ് നേടും 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 നേടും. പക്ഷെ ചനക്ക് ചെറിയൊരു വിഷമമുണ്ട് മാഷേ. അല്ലെങ്കിൽ സ്പോർട്സിന്റെ പുതിയ പുതിയ ഐറ്റം വാങ്ങുമ്പോൾ എന്നോടൊരു വാക്ക് പറഞ്ഞിട്ടല്ലോ. ഇല്ല, പക്ഷെ എനിക്ക് ചെറിയ സംശയം. ഈ സാധാരണ കുട്ടികൾ റബ്ബർ ബോൾ കൊണ്ടല്ലോ കളിക്കുക. ഈ റബ്ബർ ബോളിന് പകരം ഈ സ്റ്റീൽ ബോളിനെ കൊണ്ട് എങ്ങനെയാ കുട്ടികൾ കളിക്കാൻ പറ്റുമോ എന്ന് എനിക്കൊരു. സ്റ്റീൽ ബോൾ വാങ്ങി മാഷല്ലേ 10-15 സ്റ്റീൽ ബോൾ വാങ്ങിയിട്ട് 1ാം ക്ലാസ്സിന് മുതൽ കൊണ്ടിട്ടുണ്ടല്ലേ? ഞാനാ ഇതൊന്നും ഓർമ്മയില്ല. ഈ കൃഷി കാര്യത്തിൽ മാത്രം ആലോചനയുള്ളൂ. കൃഷിയും ടീച്ചറും ഞാൻ കാണിച്ചു തരാം. മാഷ് വന്നിട്ട് വാ, മാഷ് വാ, കാണിച്ചു തരാം. അല്ലേ മാഷ് വന്നിട്ട്. ഈ മാഷ്ക്ക് ഒരു കാര്യം ഓർമ്മയുണ്ടാവില്ല. അതാ നിൽക്ക് കണ്ടാ, ആടെ കണ്ടാ 10 ബോൾ കണ്ടെങ്കിൽ എന്നാണ് പറയുന്നത്. എന്നാ 2 കൊല്ലം ഓർമ്മയുള്ള കൊണ്ട് അതാ ആടെ കണ്ടാ. അതാ അത് ബോളല്ലടാ. ബോളല്ലേ അത് ബോംബാന്ന്, സ്റ്റീൽ ബോംബ്. നമസ്കാരം. ഇപ്പോൾ കിട്ടിയത് സ്കൂളിൽ ബോംബ് സ്ഫോടനം. പ്രവേശനോത്സവത്തിന്റെ ഒരുക്കങ്ങൾ നടക്കുന്നതിനിടയിലാണ് നടമംഗലം സകലവിലാസം LP സ്കൂളിൽ ബോംബ് സ്ഫോടനം നടന്നത്. പ്രധാന അധ്യാപകനും പ്യൂണിനും പരിക്കുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ സ്കൂൾ അടച്ചിടാൻ അധികൃതർ ഉത്തരവിട്ടു. Thank you.